ഗാസയിൽ പൂർണ്ണ നിരായുധീകരണത്തിനായുള്ള കരാറിലെത്തിയതായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പദ്ധതി ഹമാസ് സമ്മതിച്ചുവെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറുമെന്നും ട്രംപ് അറിയിച്ചു. അനുരഞ്ജന കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. അനുരഞ്ജന, ഗാസ ഒരു സമാധാന പാതയിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? കാർത്തു, ഗാസയിൽ വീണ്ടും സമാധാനം പുലരുമെന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന വാർത്തകളാണ് ഇന്ന് രാവിലെ തന്നെ പുറത്തു വരുന്നത്. ഗാസയിൽ പൂർണ്ണമായൊരു നിരായുധീകരണത്തിനുള്ളൊരു പദ്ധതി നിലവിൽ വരികയാണ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഗാസയിൽ സമാധാനം പുലരാനുള്ള ചരിത്രപരമായൊരു തീരുമാനമാണ് ഈ പൂർണ്ണമായ നിരായുധീകരണം എന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മൂലം ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും ഇറങ്ങുമെന്നും ഗാസയിലുള്ള നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഒരു അന്ത്യം കാണുമെന്നും ഗാസയിൽ സമാധാനം പുലരും എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് ട്രംപ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ 3 വർഷമായി തുടരുന്ന യുദ്ധത്തിൽ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഗാസയിലുള്ള ജനങ്ങൾക്ക് ഒരു സമാധാനം, വീണ്ടും ഒരു ജീവിതത്തിലേക്ക് അവർക്ക് കടക്കാൻ സാധിക്കുമെന്നുള്ളതിനുള്ള ഒരു പ്രതീക്ഷ അടങ്ങുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത്തരത്തിലുള്ള ഒരു കരാറിനായി ഹമാസ് അംഗീകരിച്ചു എന്നും അങ്ങനെയാണെങ്കിൽ തന്നെ ബന്ദികളെയൊക്കെ തന്നെ വിട്ടയച്ചുകൊണ്ട് തന്നെ ഗാസ വീണ്ടും പുനർനിർമ്മിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ കൂടി തന്നെ ഈ ട്രംപ് പ്രഖ്യാപിച്ച ഈ പ്രഖ്യാപനത്തോട് ഇതുവരെ ഔദ്യോഗികമായി ഹമാസിൻ്റെ ഭാഗത്തു നിന്നോ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരുവിധ അറിയിപ്പുകളും തന്നെ അല്ലെങ്കിൽ പ്രതികരണങ്ങളും ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഗാസയിൽ ഇത്തരമൊരു പൂർണ്ണ നിരായുധീകരണം എന്നുള്ളൊരു പദ്ധതി വരുന്നത് മൂലം ഗാസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രായേൽ സൈന്യം പടിയിറങ്ങുമെന്നും ഗാസയിൽ ഒരു പുതിയ പലസ്തീൻ്റെ കീഴിലുള്ള പുതിയൊരു ഭരണസമിതി, ഒരു സർക്കാർ രൂപീകരണം കൊള്ളുമെന്നും ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്നും ഗാസ പുനർനിർമ്മിക്കും എന്നുമുള്ള ഒരു തരത്തിലുള്ള വാർത്തകളാണ്. ഇതാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നുള്ളതാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതോടുകൂടി തന്നെ ഗാസയിലെ തീവ്രവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കുകയും അയൽ രാജ്യത്തിനൊരു ഭീഷണി അല്ലാത്ത തരത്തിൽ ഗാസ വളരും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് ട്രംപിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഗാസയിലെ യുദ്ധാനന്തരം ഉള്ള ഗാസ പുനർനിർമ്മിക്കുക, ഒരു പലസ്തീന് കീഴിലുള്ളൊരു ഭരണം കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടുകൂടി ബോർഡ് ഓഫ് പീസുമായാണ് ഇത്തരത്തിലുള്ളൊരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്. ഇതിൻ്റെ പ്രതികരണങ്ങളൊന്നും തന്നെ ഹമാസിൽ നിന്നോ ഇസ്രായേലിൽ നിന്നോ വന്നിട്ടില്ലെങ്കിൽ കൂടി ഒരു പ്രതീക്ഷ തരുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നു ഇതിനുള്ളൊരു പ്രതീക്ഷ വരുന്നൊരു കാര്യമാണ്. ഇത് നേരത്തെ തന്നെ ട്രംപ് ഗാസയിൽ ഒരു 20 ഒരു സമഗ്ര കരാറൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. 20 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നൊരു ഒരു പദ്ധതിയൊക്കെ തന്നെ കൊണ്ടുവന്നിരുന്നു. ആ 20 കരാറുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത്. ബോർഡ് ഓഫ് പീസ് 20 കരാറിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു ഒരു ബോർഡ് ഓഫ് പീസ്. ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ബോർഡ് ഓഫ് പീസ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ളൊരു പദ്ധതി ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും മധ്യപൂർവ്വ ദേശത്ത് സമാധാനം സ്ഥാപിക്കുന്നതിനുമായിട്ടായിരുന്നു ആ 20 കരാർ ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പലസ്തീനിൽ പ്രത്യേകിച്ചും ഗാസയിലെ അമേരിക്കയുടെ ഭാവി പദ്ധതികൾ, ഗാസയുടെ ഭാവി എന്താകും എന്നുള്ളതൊക്കെ തന്നെ തീരുമാനിക്കുന്ന ഒരു 20 കരാറായിരുന്നു അതുണ്ടായിരുന്നത്. ആ 20 കരാറിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിൻവാങ്ങുക, ഗാസയിൽ പലസ്തീന് കീഴിലുള്ള പുതിയൊരു ഭരണസമിതി രൂപം കൊള്ളുക, അതുമാത്രമല്ല ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നിവയൊക്കെ തന്നെയായിരുന്നു ആ 20 കരാറിൽ പറഞ്ഞിട്ടുള്ളത്. ആ 20 കരാറ് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പുതിയ പദ്ധതി ട്രംപ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയല്ലാത്ത രീതിയിൽ ഹമാസിനെ ഗാസയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക, ഹമാസിൻ്റേതോ മറ്റു സംഘടനകളുടെ യാതൊരുവിധ അധികാരവും ഗാസയിൽ ഉണ്ടാവാൻ അനുവദിക്കില്ല എന്നുള്ളതൊക്കെ അടങ്ങിയിട്ടുള്ളൊരു 20 കരാറായിരുന്നു നേരത്തെ ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇസ്രായേൽ ഗാസയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള ഹമാസ് ബന്ദികളെ വിട്ടയക്കുമെന്നും ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഹമാസിനോ മറ്റ് തീവ്രവാദ സംഘടനകൾക്കോ ഒന്നും തന്നെ നേരിട്ടോ അല്ലാതെയോ യാതൊരു വിധത്തിലുള്ള അധികാരവും ഗാസയിൽ നൽകില്ല എന്നും നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഗാസയുടെ ഒരു താൽക്കാലിക ഭരണം സാങ്കേതിക രാഷ്ട്രീയതര പലസ്തീൻ സമിതിക്ക് കീഴിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് പ്രകാരമാണ് നിലവിൽ ഇത്തരത്തിൽ ബോർഡ് ഓഫ് പീസുമായിട്ട് സമന്വയിച്ചുകൊണ്ട് നിലവിലൊരു നിരായുധീകരണത്തിലേക്ക് കടന്നിരിക്കുന്നത്.
ഇതിന് മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു ബോർഡ് രൂപീകരിച്ചതാണ് നേരത്തെ. അതാണ് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്നത്. അതിൻ്റെ അധ്യക്ഷനും ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. എന്തായാലും നിലവിൽ ഇത്തരത്തിലൊരു ഹമാസും ഇസ്രായേലും ഒരു പ്രതികരണമൊന്നും നടത്തിയിട്ടില്ലെങ്കിൽ കൂടി ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒരു വലിയ സമാധാനത്തിലേക്കുള്ള പ്രതീക്ഷ നൽകുന്ന വലിയൊരു പ്രഖ്യാപനമാണ്. ഇത് ഈ കരാറിലെത്താൻ സഹായിച്ച മധ്യസ്ഥത വഹിച്ച ഈജിപ്ത്, ഖത്തർ തുടങ്ങിയ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളോടൊക്കെ തന്നെ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ നന്ദിയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇത് നിലവിൽ വരികയാണെങ്കിൽ എന്തായാലും 3 വർഷമായി 2023 ഒക്ടോബർ 7 തുടങ്ങി നമ്മൾ കാണുന്നതാണ് ഗാസയിൽ ഇസ്രായേൽ ഹമാസ് നടത്തുന്ന സംഘർഷങ്ങളും അതിൽ ഒട്ടനവധി കുഞ്ഞുങ്ങളടക്കമുള്ള ഒട്ടനവധി ജീവൻ പതിനായിരങ്ങളുമായിട്ടാണ് കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ 3 വർഷമായി തുടരുന്ന ഒക്ടോബർ 7, 2023 മുതൽ തുടങ്ങുന്ന യുദ്ധത്തിനൊരു സമാധാനം, ഒരു അന്തിമ തീരുമാനം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ള പ്രതീക്ഷ അടങ്ങുന്നൊരു വാർത്തയാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഈ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ, ഹമാസും അംഗീകരിക്കുകയാണെങ്കിൽ പലസ്തീന് കീഴിലുള്ള പുതിയൊരു ഭരണസമിതി ഗാസയിൽ രൂപം കൊള്ളുകയും ഗാസയിൽ വീണ്ടും ഒരു സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കാർത്തു. ശരി, അനുരഞ്ജനയാണ് വിവരങ്ങൾ നൽകിയത്.